الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാർ, സൂറത്തുൽ ഫാത്തിഹ എത്തിക്കണങ്ങ് മനസ്സിലാക്കിയുള്ളത് അതെല്ലാം മനസ്സിലാക്കി വന്നുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുള്ള ആയത്ത് എത്തിക്കണം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുള്ളത് ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് അരിപ്പാട്ടിയതായ അല്ലാഹുരെ പ്രധാനമായിട്ടുള്ള 3 പേര് എത്തിക്കണം. ഒന്ന് അല്ലാഹ് ചൊല്ലുള്ള പേര്, പിന്നൊന്ന് അർ റഹ്മാൻ, പിന്നൊന്ന് അർ റഹീം. ഈ അല്ലാഹുരെ അസ്മാഇ വ സിഫാത്ത് ചൊല്ലുള്ള ഇതിന്റെ വിഷയത്തിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഞങ്ങൾക്ക് പഠിപ്പാട്ടിയതായ പല പ്രധാനമായിട്ടുള്ള വിഷയം അതിലെ വിശാലമായിട്ടുള്ളത് അർ റഹ്മാനുർ റഹീം ചൊല്ല് വിശദീകരിക്കുക. ആയെങ്കിൽ അതിൽ ഞങ്ങൾ മനസ്സിലാക്കി അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കും. അതിൽ ഒന്നാമത്തെ ഇത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേര്, അത് എല്ലാ പേരും അത്യുത്തമമായിത്തിക്കറ്, അത് ഹുസ്നായിത്തിക്കറ്, തുറ സംശയിക്കണ്ട. അള്ളാഹുരെ ഏത് പേരും അതിലൊരു ന്യൂനതമാ, ഒരു കുറവാ, ഒരു അള്ളാഹു സൂട്ടായത് അള്ളാഹ് ചൊന്തുള്ള രൂപത്തിൽ ഒരു പേരുമില്ല. അള്ളാഹുരെ പേരെല്ലാം വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു ചെന്നു. അള്ളാഹുരെ എല്ലാ പേരും അത് ഹുസ്നൈത്തിക്കർ. ലമാക്കന്മാർ അരിപ്പാട്ടിയത് അത് കമാലിയത്ര അരിപ്പാട്ടിരുന്നു, പരിപൂർണത്ര എത്തിക്കർ അരിപ്പാട്ടിരുന്നു. അങ്ങനത്തെ പേര് എത്തിക്കർ അള്ളാഹുരെ പേര്. അപ്പൊ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുരെ പേര് ചൊല്ലുമ്പോ ആ പേരൊട്ടിക, ആ പേരിന്റെ ഉദ്ദേശം എന്തുണ്ടാ, അത് അള്ളാഹുരെ സിഫത്ത് എത്തിക്കർ. റഹ്മാൻ അർ റഹ്മാൻ ചൊല്ലുള്ള പേരും ആ പേരിന്റെ ഉൽഗ സിഫത്തുണ്ട്, ഒരു വിശേഷണ, ഒരു ആട്രിബ്യൂട്ട്. അതെന്താ എത്തിക്കറ്? റഹ്മത്ത് ചൊല്ലുല്ലേ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും റഹ്മത്ത് കാട്ടോണ എത്തിക്കറ, റഹ്മ കാട്ടോണ എത്തിക്കറ. അതുകൊണ്ട് റഹ്മത്ത് ചൊല്ലുള്ള ഒരു സിഫത്ത് അതിൽ കൊണ്ട് അള്ളാഹുരെ ഏത് പേരും പ്രത്യേകമായിട്ട് മനസ്സിലാക്കൂല. ഏതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരുണ്ടാ ആ എല്ലാ പേരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതായ ഓരോ സിഫത്തും ആ സിഫത്തിൽ നിന്ന് പ്രത്യേകമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കൂല പല വിഷയമുണ്ട്. അത് നിർബന്ധമായിട്ടും ഞങ്ങൾ അറിഞ്ഞിരിക്കണായതായിരിക്ക. അപ്പൊ ഇത് ഒന്നാമത്തെ വിഷയം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തെ വിശദീകരിച്ചു. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നു, അൽ ഖവായിദുൽ മുസ്ല ചൊല്ലുന്ന കിതാബിൽ ചൊല്ലിക്കാണ്. വദാലിക ലിഅന്നഹാ മുതളമ്മിനത്തുൻ ലിസിഫാത്തിൻ കാമിലത്തിൻ ലാ നഖ്സ ഫീഹാ ബിവജ്ഹി മിനൽ വുജൂഹ് ലാ ഇഹ്തിമാലൻ വലാ തഖ്ദീറ. അതിൽ ചൊല്ലിക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പേരെല്ലാം അത് എന്തായിത്തിക്കറുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിപൂർണമായിട്ടുള്ള സിഫാത്തിനെ ഉൾക്കൊള്ളുന്നതായിത്തിക്കറ്. അള്ളാഹുരെ പരിപൂർണമായിട്ടൊരു സിഫത്തിനെ ഉൾക്കൊള്ളുന്നതായിത്തിക്കർ അള്ളാഹുരെ പേരെല്ലാം. അതിനൊട്ടിಗೆ ചൊല്ല ലാ നഖ്സ ഫീഹാ ബിവജ്ഹിൻ മിനൽ വുജൂഹ്, ഒരു രൂപത്തിലും ഒരു ന്യൂനത പോലും അള്ളാഹുരെ പേർക്കില്ല. ഇഹ്തിമാലൻ വലാ തഖ്ദീറ, അത് കണക്കുകൂട്ടൽ കൂടി നോക്കിയാൽ തയങ്ങും, അതേപോലെ സങ്കല്പനത്തിൽ നോക്കിയാൽ തയങ്ങും. ഒരു കാരണത്തിലും അള്ളാഹുരെ പേരിൽ ഒരു ന്യൂനത ഇല്ല. ഇത്തരം പരിശുദ്ധമായിട്ടുള്ള പേരൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ പേരിലെ നിർബന്ധമായിട്ടും ഞങ്ങൾ അറിയുന്ന വിഷയത്തിലും ഞങ്ങൾ മനസ്സിലാക്കൊല്ലതായിത്തിക്കറ. ഇനി രണ്ടാമത്തെ വിഷയം അസ്മാഉല്ലാഹി തആല തൗഖീഫിയത്തുൻ ലാ മജാല ലിൽ അഖ്ലി ഫീഹാ. രണ്ടാമത്തെ വിഷയം ഈ അല്ലാഹുവിന്റെ പേരൊട്ടിക്ക് മനസ്സിലാക്കൊല്ലത് അല്ലാഹുവിന്റെ പേരെല്ലാം അല്ലാഹുവിന്റെ എല്ലാ പേരും അത് തൗഖീഫിയായിത്തിക്കറന്ത്. തൗഖീഫിയും തൗഫീഖിയ ചൊന്ത് 2 പേരുണ്ട്. തൗഖീഫിയ ചൊന്നെങ്കിൽ ഖുർആനും സുന്നത്തിൽ വന്നതുപോലെ സ്വീകരിക്കണം. എന്ത് പേരുണ്ടോ ചൊത്ത് അള്ളാഹു ഖുർആനിൽ അരിപ്പാട്ടിത്ത അതിൽ സ്വീകരിക്കണം. എന്ത് ഇല്ല ചൊത്ത് അള്ളാഹു ഖുർആനിൽ അള്ളാഹുവിന്റെ വിഷയത്തിൽ ചൊന്ത അതിൽ അംഗീകരിക്കണം. സ്വന്തമായിട്ട് ഞങ്ങളെ ബുദ്ധിക്ക് അനുസരിച്ച് പോലെ അള്ളാഹു ഈ പേര് ഇക്കട്ടി ചൊന്ത് ഞങ്ങൾ കൊടുക്കുകയില്ല. അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണായ വിഷയിച്ചിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിലും ഖുർആനിലും സുന്നത്ത് വന്നതായിത്തിക്കറ. അതായിത്തിക്കറ തൗഖീഫിയ ചൊല്ലുന്നത്. എന്നൊന്ന് തൗഫീഖിയ ചൊന്ന ഇജ്തിഹാദിന്റെ മുഖാന്തര ഉലമാക്കന്മാർ കണ്ടുപിടിക്കരുത്. അങ്ങനത്തെ പല ഫിഖ് മസ്അല ഇജ്തിഹാദാക്കിയത് കണ്ടുപിടിക്കരുത്. അത് ഖുർആനും സുന്നത്തിന്റെ ബേസിലായിത്തിക്കര കണ്ടുപിടിക്കരുത്. അപ്പൊ ഇജ്തിഹാദാക്കിയത് കണ്ടുപിടിക്കരുത് കാണാം. പക്ഷെ ഇവിടെ അങ്ങനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനും സുന്നത്തിൽ എന്തുള്ള അരിപ്പാട്ടിത്ത അതിലെ അതുപോലെ ആ പേരിനെ മാത്രം സ്വീകരിക്കരുത്. എന്നൊരു ഉലമാക്കന്മാർ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹി അൽ ഖവായിദുൽ മുസ്ല ചൊല്ലുന്ന കിതാബിൽ ചൊല്ലിക്കാണ് വഅലാ ഹാദാ ഫയജിബുൽ ഉഖൂഫ് ഫീഹാ അലാ മാ ജാഅ ബിഹിൽ ഖുർആൻ വസ്സുന്ന. ഖുർആനും സുന്നത്തും എന്തായിത്തിക്കരണം കരിപ്പാട്ടിയത് അവിടെ നിങ്ങൾ സ്റ്റോപ്പ്. അതിനപ്പുറം പോണ്ട. ഖുർആനും സുന്നത്തിൽ അള്ളാഹുരെ പേരുണ്ട് ചൊത്ത് ഏതെല്ലാം പേരുടെ വിഷയത്തിൽ അരിപ്പാട്ടിതാ അവിടെ സ്റ്റോപ്പ് ആവണം. എന്നിട്ട് ഫലാ യുസാദു ഫീഹാ വലാ യുൻഖസ്, ഒരു കാരണത്തിൽ ഒരു കുറവാവൃത ഒരു വർദ്ധനാകൃത ഒന്നും പാടില്ല. അള്ളാഹുരെ ഖുർആൻ എന്തിനരിപ്പാട്ടി അള്ളാഹുരെ പേരുടെ വിഷയത്തിൽ അത് മാത്രം അള്ളാഹുരെ പേര് സ്വീകരിക്കും.
ഇത് പ്രത്യേകം ഇത് മനസ്സിലാക്കുന്ന വിഷയം. എന്തുകൊണ്ട് ഈ തിക്ർ ഷേഖ് ചൊല്ല കാണാം, ലിഅന്നൽ അഖ്ല ലാ യുംകിനുഹു ഇദ്റാകു മാ യസ്തഹിഖുഹു തആല മിനൽ അസ്മാഇ ഫവജബ അൽ ഉഖൂഫ് ഫീ ദാലിക അല നസ്. ഞങ്ങളെ മനസ്സുകൊണ്ട് ഞങ്ങളെ ബുദ്ധി കൊണ്ടു അള്ളാഹു ഇന്നേ പേര് സൂട്ടാവർ ചൊന്ത് ഞങ്ങൾ വിചാരിച്ചങ്ങ് നടക്കണം. ഞങ്ങൾക്ക് തോന്നിയ പേരെല്ലാം ഇത് അള്ളാഹുക്ക് സൂട്ടാവർ ചൊന്ത് വെച്ചെന്തേങ്ങാവല. മനുഷ്യന്മാരെ ബുദ്ധി ഉൾക്കൊള്ളുക അവരുതല്ല. അള്ളാഹു ഒരു പേര് ചൊന്നല്ലേ, ആ പേരിന്റെ ഉൾഗത്തിന് എന്തുണ്ട്? അള്ളാഹു ഒരു സിഫത്തുണ്ട്. അള്ളാഹു ഏത് പേര് നോക്കുമ്പോൾ അതിലൊരു സിഫത്തുണ്ട്, വിശേഷണമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നിയ പോലെ ഒരു പേര് വെക്കാൻ സാധ്യല്ല. അതുകൊണ്ട് അൽ ഉഖൂഫു ഞങ്ങൾ നിക്കണോ അലാമാ ജാഅ ബിഹി അൽ കിതാബ് അൽ ഖുർആൻ വസ്സുന്ന, അല്ലെങ്കിൽ അൽ കിതാബ് വസ്സുന്ന, ഖുർആനും സുന്നത്തും എന്ത് തിക്കർ വന്നത് ആ പേരിൽ ഞങ്ങൾ സ്റ്റോപ്പ് ആവും. ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്ന വിഷയത്തിക്കൽ അതൊരൊട്ടിക്കും അറിയുമല്ലോ. ഒരു ചെറിയ ഷോർട്ടായി ചൊല്ലാം. അത് ഇൻഷാ അല്ലാഹ് റഹ്മാൻ റഹീം ചൊല്ലുമ്പോൾ ഞങ്ങൾ പൂർത്തിയാക്കി ചൊല്ലാം. അപ്പൊ ഇതിക്കർ സാധാരണ ഈ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റും അള്ളാഹു അസ്മാഉ സിഫാത്തിന്റെ വിഷയത്തിൽ വന്ന് ഇങ്ങനത്തെ പൽക്കത്തെ എടുത്ത് ചില ആൾമാർ അങ്കെന്തിനെങ്കിൽ കറക്റ്റായിട്ട് അള്ളാഹു ദീനെ പഠിച്ചിട്ടില്ല, ഉലമാക്കന്മാരൊട്ടിಗೆ തെച്ചിത് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഉലമാക്കന്മാർ കിതാബ് കൊണ്ട് തങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു ഇബാറത്ത് കണ്ടപ്പമേ അങ്ങ് വിചാരിച്ചത് അതുകൊണ്ട് തങ്ങ ആ പഠിച്ചോണേ ചൊന്നെന്താ ഇങ്ങ് പോയിത്ത് ബാരിൽ ചൊല്ലു ആ പഠിച്ചോണേ എന്റെ പഠിച്ചോണേ റബ്ബേ ചൊല്ലൂലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേര് ഏതൊന്നും അള്ളാഹു ഖുർആനിൽ ഹദീസിൽ ചൊന്നു ആ പഠിച്ചോണേ ചൊന്നു അള്ളാഹുവിന്റെ പേര് ഇത് ഖുർആനിൽ ചൊന്നറ ഇല്ല. അപ്പൊ അങ്ങ് വിളിക്കില്ലേ? അപ്പൊ കൂടെ എത്തിക്കുന്ന ആൾമാർ തശ്വീഷ് ഉണ്ടാക്കിയത്. അപ്പൊ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം, ഞങ്ങൾ ഇത് അള്ളാഹുരെ പേരൈത്തിക്കറ് ചൊന്തല്ല വിളിച്ചത്. അള്ളാഹുക്ക് ഇങ്ങനെ പഠിച്ചോണി ചൊന്തുള്ള ഒരു പേരുണ്ടോ? അങ്ങനെ അല്ല. ഞങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിഖ് ചൊന്തുള്ള അർത്ഥത്തില് അള്ളാഹു ഒരു സിഫത്തിൽ വെച്ച് തൈത്തിക്കറ. ഞങ്ങൾ കേട്ടത് റബ്ബേ ചൊന്തുള്ള രൂപത്തില് ഖാലിഖ് ഐത്തിക്കറ നീന് പഠിച്ചോണ ഐത്തിക്കറ റബ്ബേ ചൊന്തുള്ള വിളിച്ചെങ്കിൽ അതിന്റെ അർത്ഥ അത് ബിലി കൊണ്ട് ഉദ്ദേശിക്കറേ ഇഖ്ബാരി ഐത്ത് ഖബർ ഐത്ത് അള്ളാഹുരെ ഞങ്ങൾ അരിപ്പാട്ടത്. അള്ളാഹു ഞങ്ങളെ റബ്ബ് ഇങ്ങനെ ഐത്തിക്കറ ചൊന്ത് ഞങ്ങൾ അരിയത ഐത്തിക്കറ സ്വന്തത്തിക്ക് നഫ്സുക്ക് ഞങ്ങൾ എന്താക്കറേ ദൃഢപ്പെടുത്തറേ. അതല്ലാത്ത ആ പഠിച്ചോണേ ചൊന്നത് അള്ളാഹുരെ പേരൈത്തിക്കറേ ചൊന്തുള്ള രൂപത്തിൽ ഞങ്ങൾ ചൊല്ലുകില്ല. മറ്റേ അള്ളാഹുരെ പേരെന്തരേ അൽ ഖാലിഖ്. അള്ളാഹുരെ പേരൈത്തിക്ക, അള്ളാഹുരെ പേര് ഖാലിഖ് ഐത്തിക്ക. പഠിച്ചോണേ ചൊന്തുള്ള അള്ളാഹുരെ പേരാ അല്ല. അപ്പൊ ഏത് ഭാഷയിലും ഞങ്ങൾ എന്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പേരൈത്ത് ചൊല്ലേന്തായ പ്രത്യേകമായിട്ട് മനസ്സിലാക്കറു. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും സുന്നത്തിലും അരിപ്പാട്ടി മാത്രമേ എത്തിക്കും. ഇനി ഞങ്ങൾ അള്ളാഹുരെ വിളിക്കരുതാവട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖബറിന്റെ ബാബിൽ ചൊന്തയിത്തിക്കുള്ള അത് ഇൻഷാ അല്ലാഹ് റഹ്മാൻ വെച്ച് തന്നെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലിയറൻസും ഒരു വ്യക്തത കിട്ടും. ഇത് തിക്കർ രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം. ഇനി നാലാമത്തെ വിഷയം തിക്കർ മനസ്സിലാക്കൂല്ലേ. ഞങ്ങൾ പണ്ടൽ പിന്നെ കേട്ടേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 പേരുണ്ട് ചൊത്തല്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 99 മാത്രമില്ലമാ, 99 മാത്രമില്ലമാ അല്ല യാറുണ്ടാവും. അവിടെ മനസ്സിലാക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചെന്ന് ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ 99 പേരുണ്ട്. ആ പേര് ആറെല്ലാം ഇഹ്സാ ആക്കിയാറ അങ്ക് സ്വർഗം ഉണ്ട്. 99 മാത്രം ഉണ്ട് ചൊന്തുള്ള ഒരു ഹദീസ് ഭൂമിയിൽ കിട്ടുക സാധ്യല്ല. 99 നിങ്ങൾ ഇഹ്സാ ആക്കി എന്തായെങ്കിൽ സ്വർഗത്ത് പോണ്ടാറ്. 99 മാത്രം ചൊന്തുള്ളേ ഒരു ഹദീസുൽ മത്തിയില്ല. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വിശ്വാസ തിക്റ് അള്ളാഹു 99 മാത്രം ഉണ്ടോന്നല്ല. അള്ളാഹു അതിനാണ്ട് യാറുണ്ട് പേര്. അങ്ങനെ 99 ആറ് നിങ്ങൾ ഹിഫ്ലാക്കിയാറ്, ഹിഫ്ല് മാത്രമല്ല അത് എന്തിനു ചൊന്ന് ശരിയിരിക്കരാ. 99 ആറ് ഇഹ്സാ ആക്കിയാറ് അങ്ക് എന്തുണ്ട് സ്വർഗം ഉണ്ടോ. അപ്പൊ ഈ ഇഹ്സാ ചൊന്നിങ് എന്തേ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ചൊല്ല കാണാം. ഇഹ്സാ കൊണ്ട് ഉദ്ദേശിച്ചത് ഒന്നും ഹിഫ്ലാക്കരുത്. അള്ളാഹുരെ മിനിമം 99 പേരെ ഹിഫ്ലാക്കരെ ബൈഹാട്ടാക്കരെ. രണ്ട് ಅದರ ಅರ್ಥತೆ പഠിക്കരുത്. എന്താ ഇതിക്കറ ಅರ್ಥ ಚಂತು. 3 ಆ ಅರ್ಥ ಉಳ್ಕೊಳ್ಳುವರೆಗಂತೆ ಮುಕ್ತಲಯಾತ್ ತೇಟ ಇಕ್ರ ಅವಶ್ಯಕತೆ ಎಂದ್ರೆ ഞങ്ങളൊಟ್ಟಿಗೆ ಅದು ತೇಡಿಯೋಲ್ಲ ಆ പേര് ಅದರ ನಂಗೆ മനസ്സിലാക്കണം. നാലാമത്തേത് ആ പേര് വെച്ച് ദുആ ചെയ്യണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു അത്യുത്തമമായിട്ടുള്ള പേരുണ്ട്. അതുകൊണ്ട് ആ പേരെ വിളിച്ച് നിങ്ങൾ എന്താക്കറു അല്ലാഹുരെ വിളിച്ച് ദുആ ചെയ്യണം. ആ പേര് കൊണ്ട് അല്ലാഹുരെ വിളിച്ച് ദുആ ചെയ്യണം. അപ്പൊ ഇതേ തിക്കർ മനസ്സിലാക്കൂലേ. ഇനി ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലെ ಬಂದದ್ದು കാണാം. അള്ളാഹുക്കു 99 അല്ല ಅದರ ಅಪ್ಪರ ಯಾರು ಉಂಡು ಚೊಂತುದಿಲ್ಲ ಅರಿಪಾಟರಾಯ ಉಲಮಾಕಮಾರ್ ಉദ്ധರಿಕರೆ ഒരു ദുആ ഉണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ അസ്അലുക അല്ലാഹുവേ ഞാൻ നിന്നോട് കേൾക്കറ ബികുല്ലി ഇസ്മിൻ ഹുവ ലക് നിക്കുല്ലതായ എല്ലാ പേര് കൊണ്ട് ഞാൻ നിന്നോട് കേൾക്കറ സമ്മൈത ബിഹി നഫ്സക് നീ വെച്ചതായ ആ പേര് കൊണ്ടു ഔ അൻസൽതഹു ഫീ കിതാബിക് അല്ലെങ്കിൽ നീ നിന്റെ കിതാബിൽ അരിപ്പാട്ടിയതായ ഏതെല്ലാം പേരുണ്ട് ആ പേര് കൊണ്ടു ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് അല്ലെങ്കിൽ നിന്റെ ഖൽഖിൽ നീ ആർക്കെങ്കിലും അരിപ്പാട്ടിയത് മലായികമാർക്ക് അരിപ്പാട്ടിയത് ഔ ഇസ്തസർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക്
അല്ലെങ്കിൽ നിന്റെ ഇൽമുൽ ഗൈബിൽ നീ എടുത്തു വെച്ചതാ ഏതെല്ലാം പേരുണ്ട് ആർക്കും പരിപ്പാട്ടത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമുള്ളതായി ഒരാൾക്കും ഇൽമുൽ ഗൈബിലുള്ളതായി ഒരാൾക്കും പിടിയില്ലാത്ത അങ്ങനത്തെ പേരുണ്ടല്ലേ റബ്ബേ, ആ പേര് വിളിച്ചിട്ടും ആ പേര് കൊണ്ടെത്തും അതിനടുക്ക് സഹായിക്കാൻ. അപ്പൊ 90 മാത്രമല്ല എന്താ അല്ല എത്ര ഉള്ളേജുന്തു കാണിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എത്ര അരിപ്പാടണോ അത്ര അരിപ്പാട്ടി അതിൽ 96 ഇഹ്സാ ആക്കിയാറ എനിക്ക് സ്വർഗം ഉണ്ടോത്ത്. അതെങ്ങനെ ഇഹ്സാക്കറെ അതിരെ ഹിഫ്ലാക്കരുത്, അതിരെ മഅന അർത്ഥ മനസ്സിലാക്കരുത്, അതിരെ ആവശ്യപ്പെട്ട എന്തുള്ള വിഷയമുണ്ട് അത് അതുപോലെ മനസ്സിലാക്കരുതും അതിരെ അനുസരിച്ച് ജീവിക്കരുതും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേര് കൊണ്ടുവത്തു ദ്വാർക്കരുതും, പേര് നടുവിൽ വെച്ച് ദ്വാർക്ക. ഇതേ ദിക്റ് ഇഹ്സാ ആക്കറെ ചൊന്തു ഉലമാക്കന്മാർ പ്രത്യേകമായിട്ട് മരിപ്പാട്ടിയത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്മാഉ വസിഫാത്ത് ചൊന്തുല്ലേ ബാബുല് നിങ്ങൾക്ക് ചുമ്മ വിഷയം മനസ്സിലാക്കുന്നുണ്ട്, ചുമ്മ ധാരാളമായിട്ട് വിഷയം മനസ്സിലാക്കണം. അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള കാലത്തും ഇമാം ഷാഫി റഹിമഹുള്ള ഇമാക്കന്മാരെ പഞ്ഞുപോയ ഉലമാക്കന്മാരെ കാലഘട്ടത്തിൽ നടന്നങ്ങനത്തെ ചർച്ചും മുനാഖാഷും ഡിബേറ്റും ഇതെല്ലാം ഏത് വിഷയത്തിലേക്ക് പ്രധാനമായിട്ടും അസ്മാഉ സിഫാത്തിലേക്ക്. അസ്മാഉ സിഫാത്തില് ഇപ്പൊ ഞങ്ങളുടെ മനസ്സിലാക്കിയുള്ള റുബൂബിയത്തും ഉലൂഹിയത്തും ചർച്ച ചെയ്തിട്ട് ആറ് ഞങ്ങളുടെ നടന്നുമില്ലേ. കാരണം ദർഗവാദിമാർ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ബിൽച്ചുദ്വാർ ഇങ്ങനത്തെ ചർച്ചകളുള്ള കൊണ്ട് ഞങ്ങളെ യാറെ റൂട്ട് പോയ തൗഹീദുർ റുബൂബിയത്തും ഉലൂഹിയത്തും മാത്രമേ ജിക്റ് ഞങ്ങളിനും തൗഹീദുൽ അസ്മാഉ സിഫാത്തിലെ ഫോക്കസ് നടന്നിട്ടില്ല. അത് ചില പണ്ഡിതന്മാർ പ്രായത്തിലും ഇപ്പം ചർച്ച ആക്കി വയ്ക്കാർ ഈ തബ്ലീഗ് ജമാഅത്ത് ഒരാൾമാർ അങ്ങനെ ദൂരകല്ല. പക്ഷെ അങ്ങനെ വിശ്വാസം അങ്ങനെ എത്തിക്കുക അശ്അരി വിശ്വാസം എത്തിക്കുക. ആ വിശ്വാസം അനുസരിച്ചിട്ട് അസ്മാഉ സിഫാത്തിൽ അങ്ങ് ചൊമ്മ തപ്പ് സംഭവിച്ചു പോയി. അപ്പൊ അത് ഞങ്ങൾ പ്രത്യേകമായിട്ടും മനസ്സിലാക്കുള്ള വിഷയത്തിക്കർ അത് എങ്ങനെ ചുറ്റുള്ളത് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കൊണ്ടു. ഇതേ തിക്കർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്തുള്ള വിഷയത്തിൽ ഷോർട്ട് ആയിട്ട് നമുക്ക് അരിപ്പാട്ടേക്ക് അങ്ങനത്തെ വിഷയം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊന്നുള്ളതിരെ ഒരു ഷോർട്ട് ആയിട്ടുള്ള അർത്ഥം കൂടി മനസ്സിലാക്കി വെക്കറു. റഹ്മാനും റഹീം ആയിട്ടുള്ളേ അള്ളാഹുരെ എല്ലാ പേര് കൊണ്ടുത്തു, പേര് ബർക്കത്ത് കൊണ്ടുത്തു അല്ലെങ്കിൽ പേരുടെ സഹായം കൊണ്ടുത്തു നാണെന്താക്കര കുടിക്കരെങ്കിൽ കുടിക്കര, തിന്നരെങ്കിൽ തിന്നര, അല്ലെങ്കിൽ ഓതരെങ്കിൽ ഓതര. ഇതേ തിക്കറ ഉദ്ദേശം. അപ്പൊ ഇനി മനസ്സിലാക്കി വെക്കറു. അപ്പൊ റഹ്മാനും റഹീം ഒന്നുകൂടി മനസ്സിലാക്കറു. എല്ലാ മനുഷ്യന്മാരെ മേലും റഹം കാട്ടിറങ്ങത്തെ, ഭൂമിയിലുള്ള എല്ലാരുടെ മേലും കരുണ കാട്ടിറങ്ങത്തെ, പ്രത്യേകമായിട്ടും അള്ളാഹു ഒതുങ്ങി ജീവിച്ചങ്ങനത്തെ മുഅ്മിൻറെ മേൽ ആഖിറത്തിൽ റഹം കാട്ടുന്നതായി അള്ളാഹുരെ എല്ലാ പേരുടെ സഹായം കൊണ്ടെത്തു അല്ലെങ്കിൽ പേരുടെ ബർക്കത്ത് കൊണ്ടെത്തു എന്നാണ് ഇതാക്കര തുടങ്ങുന്നത്. അപ്പൊ ഫുഡ് തിന്ന നമുക്ക് ബിസ്മി അൽ ഉദ്ദേശം എന്തേ ഈ ഫുഡിൽ നിന്ന് നക്കൊരു മുസീബത്ത് ബറതീറ, ഈ ഫുഡ് നക്ക് ഹലാലൈറ്റിക്കണം. ഈ തണ്ണിൽ നിന്ന് നക്കൊരു മുസീബത്ത് ബറതീറ, ഈ തണ്ണി നക്ക് ഹലാലൈറ്റിക്കണം. ആ ഒരു രൂപത്തിലേക്ക് ബിസ്മിയുടെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കണായത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇതനുസരിച്ച് ജീവിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നതായ എല്ലാ ചെറിയ വില തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാഫാക്കി തരട്ടെ. ഈമാനോട് കൂടി ജീവിച്ചത് ഈമാനോട് കൂടി മരിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തുള്ള കലിമത്ത് ഷഹാദത്ത്, ആ ഷഹാദത്ത് കലിമത്ത് ഉച്ചരിച്ചിട്ട് മരിക്കുക തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ നാല് അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും കുടുംബ തൊട്ടിക കൂടെ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.